നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കയാക്കിങ്ങും പെഡൽ ബോട്ടും സ്റ്റാൻഡപ്പ് പെഡലുമായി വിനോദസഞ്ചാരത്തിന്റെ വിസ്മയ ലോകമൊരുക്കി പുല്ലൂപ്പിക്കടവ്. പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം KV സുമേഷ് MLA നിർവഹിച്ചു. കാസ മറീനോ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് എന്ന പേര് KV സുമേഷ് MLAയും ജില്ലാ കളക്ടർ അരുൺ K വിജയനും ചേർന്ന് പ്രകാശനം ചെയ്തു. വിനോദസഞ്ചാര രംഗത്ത് വലിയ സാധ്യതയാണ് പുല്ലൂപ്പിക്കടവിനുള്ളതെന്ന് KV സുമേഷ് MLA പറഞ്ഞു. കയാക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തുന്നതോടെ സാഹസിക ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമാവാൻ പുല്ലൂപ്പിക്കടവിന് സാധിക്കുമെന്നും വിനോദസഞ്ചാര മേഖലയിലെ വികസനം നാടിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് പുല്ലൂപ്പിക്കടവ്. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ മുഖ്യാതിഥിയായി. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് കയാക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുള്ളതെന്ന് കളക്ടർ പറഞ്ഞു. നാറാത്ത് പഞ്ചായത്തിലെ പുല്ലൂപ്പിക്കടവിൽ 2023 സെപ്റ്റംബറിലാണ് ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത്. ഇതിനായി 4.01 കോടി രൂപയാണ് അനുവദിച്ചത്. ജലസാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ഡൈനിംഗ് ആണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. 8 വിൽപ്പന സ്റ്റാളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പ്രാദേശിക ഭക്ഷണ വിഭവങ്ങളടക്കമുള്ള മലബാറിന്റെ തനത് രുചികൾ പരിചയപ്പെടുത്തുന്ന ഭക്ഷ്യ വിപണന കേന്ദ്രങ്ങളായി 4 കിയോസ്കുകളും ആധുനിക റെസ്റ്റോറന്റുകളും ഇതിന്റെ ഭാഗമായും സജ്ജീകരിച്ചിട്ടുണ്ട്. 25 പേർക്ക് ഇരിക്കാവുന്ന 8 മേശകൾ സജ്ജീകരിക്കാൻ സാധിക്കുന്നതാണ് ഫ്ലോട്ടിംഗ് ഡൈനിംഗ് യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റ്, 4 പേർക്ക് ഇരിക്കാവുന്ന 6 സിംഗിൾ യൂണിറ്റുകൾ എന്നിവ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. പുഴയിലൂടെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് ബോട്ട്, നാടൻ വള്ളം, കയാക്കിംഗ് സംവിധാനം എന്നിവ വഴി ഫ്ലോട്ടിംഗ് ഡൈനിംഗിൽ എത്താൻ സാധിക്കും. നടപ്പാതയും ഇരിപ്പിടങ്ങളും നടപ്പാതയുടെ ഭാഗമായി പുഴയുടെ മനോഹാരിത വീക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ 2 ഡെക്കും ഒരുക്കി. ബോട്ടിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഡെക്ക് ഏരിയ പ്രത്യേകമായി നിർമ്മിച്ചിട്ടുണ്ട്. ഒരു ട്രെൻഡിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോയാൽ ഒരു അപകടരഹിതമായ ജലാശയമാണ്. പക്ഷെ പ്രിക്കോഷൻസ് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെയും ചെയ്യാനും കഴിയില്ല. സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ മികച്ച കേന്ദ്രമായി നമുക്കിതിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ എല്ലാ സന്തോഷവും എല്ലാവരോടും പങ്കുവെച്ചുകൊണ്ട് ഇവിടെ ഇതിന്റെ രണ്ടാം ഘട്ട ലോഞ്ചിങ്, ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ള ഈ പുതിയ സംവിധാനത്തിന്റെ ലോഞ്ചിങ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് വേദിയിലുള്ള ബഹുമാനപ്പെട്ട കലക്ടറും രമേശേട്ടനും ഉൾപ്പെടെയുള്ളതിന്റെ DTPCയുടെ ഭാരവാഹികളും പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ വന്നു ചേർന്ന നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇതിന്റെ ഈ രണ്ടാം ഘട്ട ലോഞ്ചിങ് സ്നേഹപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയാം. ബോട്ട് ജെട്ടി മാതൃകയിൽ ബോട്ടുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഡെക്ക് സംവിധാനം. നാറാത്ത് പഞ്ചായത്ത് അംഗം B മെഹ്റാബി, DTPC സെക്രട്ടറി സൂരജ്, ഡോക്ടർ അബ്ദുറഹ്മാൻ പൊയിലൻ, TK രമേഷ് കുമാർ, അഷ്ഫാഖ്, ഫർഹാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വോക്കൽ ഡ്യൂഡ് ബാൻഡ് അവതരിപ്പിച്ച സംഗീത നിശയും അരങ്ങേറി. സിറ്റി ന്യൂസ്, കണ്ണൂർ. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.